അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് വശാവിറുഹും ഫിൽ അംർ. കൺസൾട്ടേഷൻ എന്നാണ് ഇതിന് പറയുക. നമ്മൾ കൺസൾട്ടൻസി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇപ്പോൾ ഫേമുകളാണ്, കമ്പനികളാണ്. ശരിക്കും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടി ആലോചിക്കുക എന്നാ. എനിക്ക് ഇന്നൊരു കാര്യം, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരെൻ്റെ ഫീസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കി തരും. മുസ്ലിമീങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട, വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിടത്ത് നിങ്ങൾക്കൊരു ക്രൂഷ്യൽ ഒരു ഇഷ്യൂ വന്നാൽ, വലിയ പ്രധാനപ്പെട്ടൊരു വിഷയം, നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഒരാളെ വിളിച്ച് സമയം കളയാൻ പറ്റില്ല. ആ അഭിപ്രായം എന്താ ചോദിക്കുക, ഞാൻ ഇപ്പോൾ ചപ്പാത്തി കഴിക്കേണ്ടത്, ദോശ കഴിക്കണം, എന്താ വെച്ചാൽ കഴിച്ചോളൂ, അതൊക്കെ മഷൂറ ചെയ്യാൻ പറ്റുമോ? ക്രൂഷ്യൽ വിഷയങ്ങൾ, മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് ഇതിൻ്റെ വിഷയം, എന്താ വേണ്ടത്? ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, എന്താണ് അതിൻ്റെ മസാല? ഞാൻ ഇന്നാലിൻ്റെ ഒരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, പിരിയണോ വേണ്ടയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ പ്രശ്നങ്ങളൊന്ന് കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞു തരൂ. ഇങ്ങനെ സത്യവിശ്വാസികളും സന്മനസ്സുള്ളവരുമായ ആളുകളോട്, ദയാവായ്പും റഹ്മത്തുമുള്ള മനുഷ്യരോട് നിങ്ങൾ കൂടിയാലോചന ചെയ്യണം. ഒറ്റക്ക് ചാടിപ്പുറപ്പെട്ട് കാര്യം ചെയ്യരുത്. പെട്ടെന്ന് ചെയ്യല് ഖൈറിന്റെ വിഷയത്തിലല്ലാതെ ചെയ്യരുത്. സ്വതക്ക ചെയ്യണം, അത് വേഗം ചെയ്തേക്കണം. അത് ആലോചിച്ചെന്നാൽ പിന്നെ പിശുക്കായി വരും. നിസ്കാരത്തിന് വേഗം ചെയ്തേക്കണം. അല്ലാതെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയം വേണം. ഐ നീഡ് ടൈം, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു ആൻസർ നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഒരു കാര്യവും ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് ചാടി പുറപ്പെട്ട് ചെയ്യരുത്. ഇത് ശറഇന്റെ ഒരു നിർദ്ദേശമാണ്. നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ, നോമ്പെടുക്കണം എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ പുണ്യനിബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് കൺസൾട്ടേഷൻ ചെയ്യണം.